ഈ സീസണിലെ IPL-ൽ തുടക്കം പാളിയ ശേഷം ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്. അവസാനത്തെ 3 മത്സരങ്ങളിലും ജയിച്ച മുംബൈ ഇപ്പോൾ 6ാം സ്ഥാനത്തേക്ക് ഉയർന്നു കഴിഞ്ഞു. ഇതോടെ പ്ലേ ഓഫ് പ്രതീക്ഷകളും സജീവമായിരിക്കുകയാണ് ഹർദിക് പാണ്ഡ്യയ്ക്കും സംഘത്തിനും. ബാറ്റിംഗ് നിര ക്ലിക്കാവുന്നതിനോടൊപ്പം ബൗളിംഗ് നിരയും ഫോമിലേക്ക് ഉയർന്നതാണ് മുംബൈക്ക് തുണയായത്. മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മ ഫോമിലല്ല എന്നതായിരുന്നു അവസാന മത്സരത്തിന് മുൻപ് വരെ മുംബൈയെ അലട്ടിയത്. എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ മുംബൈ 9 വിക്കറ്റിന് മുക്കിയ കളിയിൽ ടീമിന്റെ ഹീറോ ഹിറ്റ്മാനായിരുന്നു. 46 ബോളിൽ 6 സിക്സും 4 ഫോറുമടക്കം 76 റൺസാണ് അദ്ദേഹം വാരിക്കൂട്ടിയത്. സീസണിൽ ഇതിനോടകം നടന്നിട്ടുള്ള മത്സരങ്ങളിലെല്ലാം ഇമ്പാക്ട് സബായിട്ടാണ് രോഹിത്തിനെ മുംബൈ പരീക്ഷിച്ചത്. ബാറ്റിംഗിൽ മാത്രം അദ്ദേഹത്തെ ഉപയോഗിക്കുക എന്നതായിരുന്നു ടീമിന്റെ പ്ലാൻ. എന്നാൽ തന്റെ പുതിയ റോളിൽ രോഹിത്തിന് അതൃപ്തിയുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അവസാന മത്സരത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും ഇക്കാര്യം തന്നെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള കളിയിൽ അപരാജിത 50യുമായ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷമാണ് മുംബൈ ഇന്ത്യൻസിലെ പുതിയ റോളിലുള്ള അതൃപ്തി രോഹിത് ശർമ്മ പരോക്ഷമായി പ്രകടിപ്പിച്ചത്. ഫീൽഡിങ്ങിൽ ഇറങ്ങാതെ ഇമ്പാക്ട് സബായി ബാറ്റിംഗിൽ മാത്രം കളിക്കേണ്ടി വരുമ്പോൾ അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. 2-3 ഓവറുകൾ വലിയ വ്യത്യാസമുണ്ടാക്കില്ല. പക്ഷേ ഞങ്ങൾ 17 ഓവറുകളും ഫീൽഡ് ചെയ്തിരുന്ന ശേഷം പിന്നീട് ബാറ്റിങ്ങിന് മാത്രം ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാവില്ല. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ ഗെയിം പ്ലാൻ. പക്ഷേ എൻ്റെ ടീം ആഗ്രഹിക്കുകയാണെങ്കിൽ നേരിട്ട് ബാറ്റിങ്ങിന് മാത്രമായി ഇറങ്ങാനും എനിക്ക് കുഴപ്പമില്ലെന്നും രോഹിത് വ്യക്തമാക്കി. ഫീൽഡിംഗ് ടീമിന്റെ ഭാഗമാവാതിരുന്നതിന് ശേഷം ബാറ്റിങ്ങിന് മാത്രം എത്തുക ബുദ്ധിമുട്ടാണെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തിലുള്ള അതൃപ്തി തന്നെയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇമ്പാക്ട് പ്ലെയർ റോളിന് പകരം മുഴുവൻ സമയവും കളിക്കുന്ന ആളുടെ റോളാണ് താല്പര്യമെന്നും രോഹിത്തിന്റെ വാക്കുകളിൽ നിന്നും പ്രകടമാണ്. സീസണിൽ നേരത്തെ കളിച്ചിട്ടുള്ള മത്സരങ്ങളിൽ ബാറ്റിംഗിൽ അദ്ദേഹത്തിന്റെ മോശം പ്രകടനത്തിന് കാരണവും ഇതാണെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.